പാർലമെന്റിൽ സംഭവിക്കാൻ പോകുന്ന പുതിയൊരു നീക്കം വീണ്ടും ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ചർച്ചയാവാൻ പോവുകയാണ്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നു. 200-ലധികം എംപിമാരാണ് ഇതിനോടകം ഈ നോട്ടീസിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്താണ് ഈ നോട്ടീസിന് പിന്നിലുള്ളത്? ഈ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് എന്താണ്? ഇതെങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യത്തെ ബാധിക്കുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആദ്യമായിട്ടാണ് വീഡിയോയിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത. ഇത്രയധികം ഭൂരിപക്ഷത്തോടെ, അതായത് ഏകദേശം 200ഓളം എംപിമാരുടെ പിന്തുണയിൽ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറിനെതിരെ നീക്കം നടക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ അപൂർവമായ സംഭവമാണെന്ന് ആദ്യമേ പറയട്ടെ. പ്രതിപക്ഷം ഈ പ്രമേയത്തിലൂടെ പ്രധാനമായിട്ടുള്ള ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരണകക്ഷിയോട് മൃദുവായ സമീപനം സ്വീകരിച്ചു. നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും വ്യത്യസ്ത രീതികൾ പിന്തുടർന്നു. അതേപോലെ ജനങ്ങളുടെ വോട്ടവകാശം ഹനിക്കുന്ന തരത്തിൽ കൂട്ടത്തോടെ വോട്ടുകളൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അതേപോലെ തന്നെ ഭരണഘടനാ പദവിയിൽ ഇരുന്ന് നിഷ്പക്ഷത പുലർത്തുന്നതിൽ പരാജയപ്പെട്ടു. സിമിലർലി SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളായിട്ട് പറയുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നോട്ടീസിൽ 130 ലോക്സഭാ എംപിമാരും 63 രാജ്യസഭാ എംപിമാരും ഇതിനോടകം ഒപ്പിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. ലോക്സഭയിൽ 100ഉം രാജ്യസഭയിൽ 50 പേരും ഒപ്പിട്ടാൽ തന്നെ നോട്ടീസ് നൽകാമെന്നിരിക്കെ വലിയ പിന്തുണയോടെയാണ് പ്രതിപക്ഷം ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും ഔദ്യോഗികമായി സഖ്യത്തിലില്ലാത്ത ആം ആദ്മി പാർട്ടിയും കൂടെ ചേർന്ന് ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നറിയുന്നു. ഭരണകക്ഷിയായ BJPയെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്നതാണ് അവരോട് ഉയർത്തുന്ന പ്രധാനപ്പെട്ട പരാതി. ഭരണകക്ഷിയായിട്ടുള്ള BJPയെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച ഭരണപക്ഷ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്നുള്ള പേര് വെട്ടിമാറ്റൽ, വോട്ടിംഗ് ശതമാനത്തിലെ അവ്യക്തത തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കമ്മീഷൻ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല എന്ന് വ്യാപക ആരോപണമുണ്ട്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഭരണപക്ഷത്തിന് ഇളവുകൾ നൽകുകയും ചെയ്തു എന്ന വാദം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എങ്കിലും ഈ ആരോപണങ്ങൾ പാർലമെന്റിൽ തെളിയിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 324 അനുച്ഛേദ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നറിയാം. ഒരു കമ്മീഷനെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി തുടങ്ങിയവ ഉണ്ടായിരിക്കണം. വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് മാത്രം അങ്ങനെ ഒരു പദവിയിൽ നിന്നൊരാളെ നീക്കം ചെയ്യാൻ സാധിക്കില്ല. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ പിന്തുടരുന്ന അതേ കഠിനമായ പ്രക്രിയയാണ് ഇവിടെയും വേണ്ടത്. അതായത് പാർലമെന്റിന്റെ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ വസ്തുതാപരമാണെന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. 100 ലോക്സഭാ എംപിമാരുടെയും 50 രാജ്യസഭാ എംപിമാരുടെയും പിന്തുണയാണ് പ്രാഥമികമായി വേണ്ടത്. എന്നാൽ ഇവിടെ 200-ലധികം പേർ ഒപ്പിട്ടു എന്നത് പ്രതിപക്ഷത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് നടപടിക്രമം വളരെ കോംപ്ലിക്കേഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324(5) പ്രകാരം ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന രീതിയിൽ അതേ രീതിയിൽ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ പാർലമെന്റിൽ കുറഞ്ഞത് 50 അംഗങ്ങൾ ഒപ്പിട്ട ഒരു നോട്ടീസ് ചെയർമാന് നൽകുന്ന ഒരു പ്രോസസ്സ് അവിടെയുണ്ട്. നോട്ടീസ് ലഭിച്ചാൽ അത് സ്വീകരിക്കണോ അത് തള്ളണമോ എന്ന് സ്പീക്കർക്കോ അല്ലെങ്കിൽ ചെയർമാനോ അതത് സഭയനുസരിച്ച് അവർക്ക് തീരുമാനിക്കാം. അവർ അത് സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 അംഗ സമിതിയെ സ്പീക്കർ അല്ലെങ്കിൽ ആ ഒരു ചെയർമാൻ അവിടെ നിയോഗിക്കും. ഒരു സുപ്രീം കോടതി ജഡ്ജി, ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ്, പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമ വിദഗ്ധൻ. അപ്പോൾ ഈ 3 പേരടങ്ങുന്നതായിരിക്കും ഈ അന്വേഷണ സമിതിയിൽ ഉണ്ടാകുന്ന അംഗങ്ങളെന്ന് പറയുന്നത്. ഈ സമിതി ആരോപണങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയും കമ്മീഷണർ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തുടർന്ന് കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. സമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അത് പാർലമെന്റിലെ 2 സഭകളിലും ചർച്ചയ്ക്കെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രമേയം പാസ്സാക്കണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി അത്യാവശ്യമാണ്. അതായത് സഭയിലെ ആകെ അംഗങ്ങളുടെ പകുതിയിലധികം പേരുടെ പിന്തുണ ആവശ്യമാണ്. വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം വേണം.
2 സഭകളിലും ഇതേ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കുകയും വേണം. 2 സഭകളും പ്രമേയം പാസ്സാക്കിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് അടുത്ത പ്രോസസ്സ്. രാഷ്ട്രപതി ഉത്തരവിൽ ഒപ്പിടുന്നതോടുകൂടി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടും. അന്വേഷണം നടക്കുമ്പോൾ തന്നെ കമ്മീഷണർക്ക് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു അവസരവും അവിടെ നൽകുന്നുമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കിയിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ചില കമ്മീഷണർമാർക്കെതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും 200ഓളം എംപിമാർ ഒപ്പിട്ട ഇത്രയും ശക്തമായിട്ടുള്ളൊരു നീക്കം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്ന ഏറ്റവും വലിയ വിശ്വാസ്യത പ്രതിസന്ധിയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യതയിൽ പ്രതിപക്ഷത്തിന് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിലുമാണ് അവർ ഉറച്ചു നിൽക്കുന്നതെന്നുമാണ് അവരിതിലൂടെ വ്യക്തമാക്കി തരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ളത് ഷുവറാണ്. കൂട്ടത്തോടെ വോട്ടവകാശം ഇല്ലാതാക്കി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകും. ഈ ഇംപീച്ച്മെൻറ്റ് നടപടിയിലൂടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പുനർചിന്തനം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്ന ഈ ഒരു സാഹചര്യത്തിൽ പാർലമെൻറ്റിന് ഈ വിഷയത്തിൽ കണ്ണടച്ചിരിക്കാൻ സാധിക്കില്ല എന്നൊരു കരുത്തുറ്റ സന്ദേശം കൂടി ഇതിനകത്തുണ്ട്. ഈ നടപടി കേവലം ഒരു വ്യക്തിയെ മാറ്റുന്നതിനെ പറ്റിയല്ല, മറിച്ച് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ശുദ്ധിയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു വിഷയം കൂടിയാണ്. ഇത് വിജയിച്ചാലും ഇല്ലെങ്കിലും ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ ജനങ്ങളോട് ഭരണഘടനയോടും ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന ഒരു വലിയ സന്ദേശം കൂടി ഇതിനകത്തൂടെ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രമേയം പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. നിയമപരമായി പറഞ്ഞാൽ പ്രമേയം പരാജയപ്പെടുകയാണെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തൻ്റെ പദവിയിൽ വീണ്ടും തുടരാം. അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്നതുവരെയോ അതുമല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയാ രാജിവെക്കുന്നതുവരെയോ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ പിന്നീട് എളുപ്പമാകില്ല എന്നാണ് പറയുന്നത്. പ്രമേയം പരാജയപ്പെടുന്നത് സ്വാഭാവികമായും ഭരണകക്ഷിക്ക് വലിയൊരു രാഷ്ട്രീയ വിജയമായി മാറുക കൂടി ചെയ്യും. പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നുമുള്ള പ്രചരണം ശക്തമാക്കുവാൻ ഇതവർക്കൊരു വലിയ ആയുധമാകും. നിയമപരമായി അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടാലും രാജ്യത്തെ പകുതിയോളം വരുന്ന ജനപ്രതിനിധികൾ തനിക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തി എന്ന് കമ്മീഷണറുടെ ആ ഒരു ധാർമ്മികതയെ തന്നെ അതവിടെ ചോദ്യം ചെയ്യും എന്നൊരു സത്യമാണ്. അദ്ദേഹം നടത്തുന്ന തുടർന്നുള്ള ഓരോ നീക്കവും വലിയ സംശയത്തോടെ മാത്രമേ പിന്നീട് പൊതുസമൂഹം വീക്ഷിക്കുകയുള്ളൂ. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെപ്പോലും ബാധിച്ചേക്കാമെന്നൊരു മോറൽ സൈഡ് കൂടിയുണ്ട്. ആരോപണങ്ങൾ അന്വേഷണ സമിതിക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയെ മാറുമെന്നുള്ളത് തീർച്ചയായ കാര്യം. ജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു ഇതെന്ന് ഭരണപക്ഷം ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയേക്കാം. എന്നാൽ വോട്ടർമാർക്കിടയിൽ ഈ വിഷയം സജീവമായി നിലനിർത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയാണെങ്കിൽ അതവർക്ക് വലിയ ഗുണം ചെയ്യുകയും ചെയ്യും. പാർലമെൻറ്റിലെ നടപടികൾ പരാജയപ്പെട്ടാലും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഭരണഘടനാപരമായിട്ടുള്ള ലംഘനങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആർക്കെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളും ഇതിൽ തള്ളിക്കളയുവാൻ സാധിക്കില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഇവിടെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് തങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടുകളും കൃത്യമായി എണ്ണപ്പെടുമെന്നും ആ പ്രക്രിയ നിയന്ത്രിക്കുന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു സംവിധാനമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിന്മേൽ നിഴൽ വീഴുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഈ ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാർലമെൻറ്റിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുള്ളൂ. പക്ഷേ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ എന്നും ജനങ്ങളോടും നിയമത്തോടും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നൊരു വലിയ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ? അതോ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൂടുതൽ സ്വതന്ത്രമാകേണ്ടതുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കുവയ്ക്കുക. കൂടുതൽ വാർത്താവിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.